നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാ മെഷീൻ്റെ പെഡൽ അല്ലെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ എങ്ങനെയാണ് നേരാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നമുക്കൊരു പ്ലെയറും ഒരു സ്ക്രൂ ഡ്രൈവറുമാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതിന് 4 ബോൾട്ടാണ് ഉണ്ടാകുക. ആ 4 ബോൾട്ടും അയച്ചെടുക്കുക. ഇത് അയച്ചെടുത്തതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേപോലത്തെ വയറുകളായിക്കോട്ടെ. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു വയർ ഇതേപോലെ വിട്ടിട്ട് ബോഡിയിൽ ഷോർട്ടായി നിൽക്കുമ്പോഴാണ് നമുക്ക് എർത്തടിക്കുന്നത് കേട്ടോ. അത് പലരും ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് എർത്ത് വരുന്നതെന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയുക 3 വയറാണ്. ഈ പച്ച എർത്താണ് കേട്ടോ. അതിൽ ഒന്നും നമുക്ക് ഷോക്കൊന്നും വരില്ല. പക്ഷേ മറ്റ് രണ്ടതും ഇതേപോലെ ബോഡിയിൽ ടച്ചായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഷോക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ഇത് അയച്ചു നോക്കണേ. ഇത് അയച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മാർക്കറ്റിൽ കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കിട്ടും. ഇതൊക്കെ മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ എങ്ങനെയാണ് ഇതിലേക്ക് കറണ്ടൊക്കെ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇതിന് 2 വയറാണ് ഉണ്ടാകുക. ഒന്ന് ഇൻപുട്ടും ഒന്ന് ഔട്ട്പുട്ടും. ഈ ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ സാധാ പ്ലഗിൽ കൊടുക്കുന്ന ഇതേപോലത്തെ കോഡ് വയറാട്ടോ, 3 ഉള്ള. അതേപോലെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് നമ്മൾ മോട്ടറിലേക്ക് കൊടുക്കുന്ന ഇതുപോലത്തെ ഔട്ട്പുട്ടും ഉണ്ടാകും. അങ്ങനെ 2 വയറാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇത് ആണ് നമ്മൾ മോട്ടറിലേക്ക് വരുന്നത്. ഇതാണ് നമ്മളെ പ്ലഗിലേക്ക് വരുന്ന വയർ കേട്ടോ, ഈ 3 അപ്പോൾ ഈ പ്ലഗിലേക്ക് നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ ഇതിൽ 3 വയറാണ് വരിക. ഇതിൽ ഈ പച്ച വരുന്നത് എർത്താണ് കേട്ടോ, മറ്റേത് ഫേസും ന്യൂട്രലാണ്. ഈ ഫേസും ന്യൂട്രലിൽ ഏതെങ്കിലും ഒന്ന് ഡാമേജ് ആയിട്ട് ബോഡിയിലേക്ക് ടച്ച് ആകുകയാണെങ്കിൽ നമുക്ക് എർത്തടിക്കും കേട്ടോ. അതേ സ്ഥാനത്ത് ഇത് ഫേസും ന്യൂട്രലും കറക്റ്റാണ് എങ്കിൽ ഈ തെർമോസ്റ്റാറ്റ് വഴി നമ്മൾ ആ ബാക്ക് വശത്ത് പ്രസ് ചെയ്യുന്ന സമയത്ത് തെർമോസ്റ്റാറ്റ് വഴിയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. ഈ തെർമോസ്റ്റാറ്റ് ടച്ച് ആകുന്ന സമയത്ത് നമുക്കിതാ ഇതിൻ്റെ ഈ ഭാഗത്താണ് ഇത് കറക്റ്റായിട്ട് ടച്ച് ആവേണ്ടത്. നമ്മളത് ചവിട്ടുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്രസ് ആകുന്ന സമയത്ത് ഇതാ ഈ തെർമോസ്റ്റാറ്റ് കണ്ടില്ലേ, ഇത് 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണം കറക്റ്റായിട്ട് ഇതിൽ പ്രസ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. 2 ഓൾറെഡി പ്രസ്സായി നിൽക്കുന്നുണ്ടാവും. ഇത് പ്രസ് ആവാതെ വരുമ്പോഴാണ് നമുക്ക് മോട്ടർ വർക്ക് ചെയ്യാതാവുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തെർമോസ്റ്റാറ്റൊക്കെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇത് അയച്ചെടുത്തിട്ട് ഇതേപോലെ തന്നെ തെർമോസ്റ്റാറ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കുറഞ്ഞ വിലയിൽ കിട്ടും. അത് നമ്മൾ ഇതിൽ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇതിനധികം പണിയൊന്നുമില്ല. അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഈ ബോൾട്ട് അയച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ തെർമോസ്റ്റാറ്റ് ചിലത് പൊട്ടിപ്പോവും. ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലത് തുരുമ്പൊക്കെ വന്നിട്ട് പൊട്ടിപ്പോവും. സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്തതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നാശമാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ കറക്റ്റ് പ്രസ് ആകുന്ന സമയത്താണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. ഇതാണോ ഈ 4 തെർമോസ്റ്റാറ്റും ഇതിൽ കറക്റ്റായിട്ട് പ്രസ് ആകുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് വരുന്നത്. ഔട്ട്പുട്ട് വരുമ്പോഴാണ് നമ്മളെ മോട്ടർ വർക്കാകുന്നത് കേട്ടോ. ഇതിലെന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ പ്രസ് ആവില്ല, അതേപോലെ തന്നെ മോട്ടർ വർക്ക് ആവില്ല കേട്ടോ. കണ്ടില്ല, ഇതിപ്പോൾ കറക്റ്റ് ഇതേപോലെ ഇങ്ങനെ പ്രസ് ആയിട്ട് തന്നെ നിൽക്കണം. അതേപോലെ തന്നെ ഈ 3 നമ്മൾ ചവിട്ടുന്ന സമയത്താണ് പ്രസ് ആവേണ്ടത് കേട്ടോ. ഈ 3 കറക്റ്റ് ചവിട്ടുന്ന സമയത്താണ് പ്രസ് ആവേണ്ടത്. അതേപോലെ ഇത് പ്രസ്സായിട്ട് വർക്ക് ആകുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ കത്തി എന്തെങ്കിലും എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഇതിൽ ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറക്റ്റ് വർക്കാവില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിത് വർക്കാകുന്നില്ലെങ്കിൽ ഇത് അയച്ചിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ വയറെന്തെങ്കിലും വിട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. വയറൊന്നും വിട്ടിട്ടില്ലെങ്കിൽ ആദ്യം ഇത് ക്ലീൻ ചെയ്താണ് നോക്കേണ്ടത്. എന്നിട്ടാണ് ഇതൊക്കെ പ്രസ് ആവുന്നില്ലെങ്കിൽ മാറ്റി കൊടുക്കേണ്ടത് കേട്ടോ. കാരണം ഇതിൽ ക്ലാവ് പിടിച്ച് കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല കേട്ടോ. അങ്ങനെ കുറേ എണ്ണം എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്താൽ തന്നെ അത് ക്ലിയർ ആവും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇത് അയച്ചിട്ട് ഇതേപോലെ ഒരു ചെറിയ കത്തി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വിടുക. കാരണം ഇത് ക്ലാവ് പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതല്ലെങ്കിൽ പിന്നെ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതേപോലെ ഈ കറക്റ്റ് ഈ സ്പ്രിങ് വർക്കാവുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇത് ചവിട്ടുന്ന സമയത്ത് കറക്റ്റ് മൂവ് ചെയ്യണം. ഈ സ്പ്രിങ് ആക്ഷൻ കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് പ്രസ് ആവില്ല കേട്ടോ. ഇതേപോലത്തെ കറക്റ്റ് ആക്ഷൻ കിട്ടുന്നുണ്ടോ നോക്കണം. ഇത് കണ്ടില്ല, ആ 3 കറക്റ്റ് പ്രസ് ആകുമ്പോൾ മാത്രമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്രസ് ആവാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതിയേ. ഇത് കണ്ടില്ല, ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഇത് കണ്ട പ്രസ് ആകുന്ന സമയത്ത് കണ്ടില്ല, അത് അവിടെ ടച്ച് ആവും. അത് കറക്റ്റ് ആ 3 ടച്ച് ആകുന്ന സമയത്താണ് ഇത് വർക്ക് ആവുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാല് വിടുന്ന സമയത്ത് ഇത് അതിൽ നിന്ന് വിട്ട് നിൽക്കും വേണേ. അതേപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ 3 കറക്റ്റ് ഇതേപോലെ പ്രസ്സായി നിൽക്കണം. നമ്മൾ കാലെടുക്കുമ്പോൾ ഈ 3 വിട്ട് നിൽക്കും ചെയ്യണേ. ഇത് കുറേ കാലം യൂസ് ചെയ്യുമ്പോൾ ഇതിലൊക്കെ ചെറിയ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു പ്ലെയർ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതിനെ കുറച്ചും ഇങ്ങോട്ട് തള്ളി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്നിട്ടും അത് വർക്കാകുന്നില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ മാറ്റേണ്ടത്. കണ്ടില്ലേ, ഇതിൽ കറക്റ്റ് ഇപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ കറണ്ട് വരുന്നത്. ഇതിലേക്ക് പ്രസ് ആകുന്ന സമയത്താണ് കറക്റ്റ് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻ്റായിട്ട്